അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്. സല്ലല്ലാഹു അലൈഹി. സൂറത്തുൻ നാസാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂറയിലെ 3 സൂക്തങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, നീ പറയുക, ജനങ്ങളുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായ. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ. ഇനി അടുത്ത 3 സൂക്തങ്ങൾ എന്തിൽ നിന്ന് രക്ഷ തേടുന്നു എന്നതിനെ കുറിച്ചാണ്. എന്തിൽ നിന്നാണ് അള്ളാഹുവോട് രക്ഷ തേടേണ്ടത് എന്നതിനെ കുറിച്ചാണ് അടുത്ത 3 സൂക്തങ്ങൾ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നതാണ് അടുത്ത സൂക്തം. നമുക്ക് എഴുതി നോക്കാം. മിൻ നേരത്തെ നമ്മൾ പഠിച്ച വാക്കാണ്. ഇൽ നിന്ന്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അവിടെ മിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇൽ നിന്ന്, ഒരു ഒന്നിൽ നിന്ന് എന്നാണ് അതിന്റെ ആശയം. ഫ്രം എന്ന് പറയാം. അടുത്ത വാക്ക് ഷർ. ഷർറിന്റെ അർത്ഥം എന്താ? ഉപദ്രവം അല്ലെങ്കിൽ തിന്മ എന്നൊക്കെയാണ്. ഉപദ്രവം. ഉപദ്രവം, തിന്മ. ഷർറിന്റെ എതിർവാക്ക് നമുക്ക് പരിചയമുള്ളതാണ്, ഖൈർ. ഷർറ് എതിർവാക്ക് ഖൈർ എന്നാണ്, വിപരീത പദം. ഖൈർ എന്നാണ്. അവസാനം റാ വരുമ്പോൾ തൊട്ടു മുമ്പ് യാ പോലെയുള്ള അക്ഷരങ്ങളാകുമ്പോൾ അല്പം ഉയർത്തിയിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഷർറിന്റെ വിപരീത പദം ഖൈർ. മിൻ ഷർ, ഉപദ്രവത്തിൽ നിന്ന്. എന്തിന്റെ അല്ലെങ്കിൽ ആരുടെ ഉപദ്രവത്തിൽ നിന്ന്? അൽ വസ്വാസ്, അൽ വസ്വാസ് എന്നാണ്. വസ്വാസ് എന്ന വാക്കിന്റെ അർത്ഥം ദുർബോധകൻ എന്നാണ്. ദുർബോധകൻ, തെറ്റായ ചിന്തകൾ സൃഷ്ടിക്കുന്നവൻ. ദുർബോധകൻ. ദുർബോധകൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. ദുർബോധകൻ. ദുർബോധനം എന്നതിനും വസ്വാസ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാറുണ്ട്. വസ്വസ, ദുർബോധനം ചെയ്തു, ദുർബോധനം നടത്തി എന്നാണ് വസ്വസ എന്ന് പറയുമ്പോൾ. പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വസ്വാസ്. അയാൾക്ക് വല്ലാത്ത വസ്വാസാണ് എന്നൊക്കെ പറയാറുണ്ട്. കാര്യങ്ങളിൽ ഒരു ഏകാഗ്രത ഇല്ലാത്ത, എപ്പോഴും സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരെ കുറിച്ചൊക്കെ പൊതുവെ നമ്മൾ അങ്ങനെ പറയും. അപ്പോ അൽ വസ്വാസ്, ദുർബോധകൻ എന്നാണ് അർത്ഥം. ഇനി ഒരു വാക്ക് കൂടെ ഉണ്ട്, അൽ ഖന്നാസ്. അൽ ഖന്നാസ് എന്നാണ്. ഖനസ. ഖനസ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്രത്യക്ഷമായി.
ഖന്നാസ്. ഖന്നാസ് എന്ന് പറയുമ്പോൾ നിരന്തരം വന്നു മറയുന്ന എന്നാണ്. നിരന്തരം വന്നു മറയുന്ന. വന്നും പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ അല്ലെ, നിരന്തരം വന്നു മറയുന്ന എന്ന് പറയാം ഖന്നാസ്. ഈ ശൈലിയിലുള്ള വാക്കുകളുടെ അർത്ഥം പൊതുവെ എങ്ങനെയാണ് വരിക? ഇപ്പൊ ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ, ഗഫാർ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പൊ ഖന്നാസ് നിരന്തരം വന്നു മറയുന്ന, അപ്പൊ വന്നും പോയി കൊണ്ടേയിരിക്കുന്ന അവസ്ഥക്കാണ് ഖന്നാസ് എന്ന് പറയുന്നത്. അപ്പൊ മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ഷർറ് ഉപദ്രവത്തിൽ നിന്ന്, അൽ വസ്വാസ് ദുർബോധകന്റെ, അൽ ഖന്നാസ് നിരന്തരം വന്നു മറയുന്ന. ഒരു കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ പിന്മാറിക്കളയുന്ന എന്ന് പറയാം. പിന്മാറണമെങ്കിൽ ആദ്യം പ്രത്യക്ഷപ്പെടണമല്ല, പ്രത്യക്ഷപ്പെട്ട് പിന്മാറിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലുള്ള എന്നാണ് പിന്നെ ഉദ്ദേശം. അപ്പൊ മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് നിരന്തരം വന്നു മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്, അല്ലെങ്കിൽ പിന്മാറിക്കളയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. ആയത്ത് മുഴുവനായിട്ട് എഴുതി നോക്കാം. മിൻ ഷർരി അൽ വസ്വാസി അൽ ഖന്നാസ്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. നിരന്തരം വന്നു മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്, നിരന്തരം വന്നു മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്. ഇങ്ങനെയാണ് ഈ സൂക്തത്തിന്റെ അർത്ഥം. വസ്വാസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിൽ അയാൾ അറിയാതെ തന്നെ ദുഷ്ചിന്തകൾ ഉണർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വസ്വാസ് എന്ന വാക്കിന് തന്നെ ഒരു നിരന്തരം സംഭവിക്കുന്നത് എന്നൊരാശയമുണ്ട്. ഇപ്പോ പിന്നെ അങ്ങനെയുള്ള ചില വാക്കുകളുണ്ടല്ലോ. വസ്വസ എന്ന വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ രണ്ടക്ഷരങ്ങൾ തന്നെ ആവർത്തിക്കാണ്. വസ് 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 വസ. അതുപോലെ സൽസല അല്ലെ, പ്രകമ്പനം, സൽസല, ഇതാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ആ സൂറയിലേക്ക് വരുന്നുണ്ട്. ദം ദമ, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് തന്നെ ഒരു ആവർത്തന സ്വഭാവമുണ്ട്. അപ്പോ അൽ വസ്വാസ്, അപ്പൊ ഒരാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സിലേക്ക് ദുഷിച്ച ചിന്തകൾ ഉണർത്തുന്നതിന് പിന്നെ വസ്വാസ് എന്ന് പറയും. നമ്മൾ പോലും ആലോചിക്കുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാറ്റിനോടൊപ്പം കടന്നു വരുന്ന പോലെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് ദുഷിച്ച ചിന്തകളിലേക്ക് വളരെ ശക്തിയായിട്ട് പ്രേരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ നമ്മെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ആ ചിന്ത ശക്തിപ്പെട്ട് പിന്നെ എങ്ങനെയെങ്കിലും അത് പ്രവർത്തിക്കേണ്ടിയിരുന്നു, അത് അനുഭവിക്കേണ്ടിയിരുന്നു, നേടേണ്ടിയിരുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ അൽ ഖന്നാസ്, നിരന്തരം വന്നും പോയി കൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് ഇബ്ലീസിന്റെ ഒരു പ്രത്യേകതയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇന്ന ശൈത്താന വാദിഉൻ ഖത്മഹു അലാ ഖൽബി ഇബ്നി ആദം. തീർച്ചയായും പിശാച് വാദിഉൻ ഖത്മഹു, അവന്റെ മൂക്ക് പതിച്ചു വെച്ചിരിക്കുകയാണ്, അലാ ഖൽബി ഇബ്നി ആദം, പിന്നെ മനുഷ്യന്റെ ഹൃദയത്തിനുമേൽ, മനുഷ്യന്റെ മനസ്സിന്റെ മുകളില് ഇബ്ലീസ് അവന്റെ മൂക്ക് പതിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടോ ഇതാ ദക്കറല്ലാഹ ഖനസ, അയാൾ അള്ളാഹുവെ ദിക്ർ ചെയ്യുകയാണെങ്കിൽ ഇബ്ലീസ് പെട്ടെന്ന് അപ്രത്യക്ഷനാവും. പിടിച്ചാൽ കിട്ടില്ല എന്ന് ഇബ്ലീസിന് അറിയാം.
അപ്പോൾ പെട്ടെന്ന് പിന്മാറും. അതേ സമയത്ത് വഇദാ നസിയ ഫൽതഖമ ഖൽബഹു ഫവസ്വസ, ഒരാൾ അള്ളാഹുവെ മറന്നു പോകുമ്പോൾ, അത്തരത്തിലുള്ള അശ്രദ്ധമായ അവസ്ഥയിലാകുമ്പോൾ, ഫൽതഖമ ഖൽബഹു, അവന്റെ ഹൃദയത്തെ ഇബ്ലീസ് വിഴുങ്ങിക്കളയും. എന്നിട്ട് ഫവസ്വസ, അയാളുടെ മനസ്സിൽ ദുർബോധനങ്ങൾ ഇട്ട് കൊടുക്കും. നമുക്കറിയാം, വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് അള്ളാഹുവെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് എപ്പോഴെങ്കിലും വേർപെട്ട് പോകുമ്പോഴേക്കും ഇബ്ലീസ് അവിടെ വന്നിരിക്കും. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് ദുഷിച്ച ചിന്തകളെ ഇട്ട് തന്ന് അങ്ങനെ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെ പിന്നാലെ കൂടിയിട്ട് നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ രീതികളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ബാങ്ക് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇബ്ലീസ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ്. അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ തന്നെ ഇബ്ലീസ് അവിടുന്ന് അതിദൂരത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ബാങ്കുലി കേൾക്കുമ്പോൾ. അപ്പൊ വിശ്വാസി അത് ഏറ്റു പറയുമ്പോൾ ഇബ്ലീസ് ഒരിക്കലും അവിടെ നിൽക്കില്ല. അതേസമയം ബാങ്ക് കഴിഞ്ഞാൽ ഉടനെ ഇബ്ലീസ് വന്നിട്ട് നമ്മുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ നിശബ്ദരായിട്ട് അത് കേട്ട് അതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബാങ്ക് കഴിഞ്ഞാൽ പള്ളിയിൽ ഇരുന്ന് തന്നെ നമ്മൾ പിന്നെയും സൊറ പറയാൻ തുടങ്ങും. ആരുടെയൊക്കെയോ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞിട്ട് സമയം കളയുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇബ്ലീസ് അപ്രത്യക്ഷനായി, അല്ലെങ്കിൽ വുളു ചെയ്യുകയാണെങ്കിൽ ഇബ്ലീസ് അപ്രത്യക്ഷനാവും. പക്ഷെ അത് കഴിയുമ്പോഴേക്ക് പിന്നെയും തിരിച്ചു വരും. നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഇബ്ലീസ് അപ്രത്യക്ഷനാവും. നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അങ്ങേയറ്റത്തെ ജാഗ്രത ഇല്ലെങ്കിൽ വീണ്ടും വന്നിട്ട് ഇബ്ലീസ് നമ്മെ ഏതോ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളൊക്കെ പറയാനുള്ളതാണല്ലോ, നമസ്കരിക്കാൻ കൈകെട്ടിയാല് മറന്നുപോയ സകലത് ഓർമ്മ വരുന്നു. നമ്മളെല്ലാവരുടെയും കംപ്ലൈന്റ് ആണ്. ആ കംപ്ലൈന്റ് ഇതുവരെ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇബ്ലീസ് എന്ന നിരന്തരം നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ശത്രു, ഒരു പ്രത്യക്ഷ ശത്രു കൂടെയുണ്ട് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. അള്ളാഹുവെ മറന്നാൽ ഉടനെ ഇബ്ലീസ് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയും ദുർബോധനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, നിരന്തരം വന്നു മറയുന്ന അഥവാ പിന്മാറിക്കളയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് ഈ സൂക്തത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇബ്ലീസിനെ കുറിച്ച് നിരന്തരമായ ജാഗ്രത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇയാളെ പറ്റിയാണല്ലോ വിശുദ്ധ ഖുർആൻ എപ്പോഴും സൂക്ഷിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിയത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് ഇബ്ലീസ് എന്ന് പ്രത്യേകമായിട്ട് തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതിനാൽ നിരന്തര ജാഗ്രത ആവശ്യമാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്മാറിക്കളയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്നും. നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം. അടുത്ത സൂക്തം അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഇബ്ലീസിന്റെ പ്രവർത്തന രംഗം എവിടെയാണ് എന്നതിനെ കുറിച്ചാണ്. അല്ലദീ, അല്ലദീ നേരത്തെ എവിടെയാണ് പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ സിറാത്ത് അല്ലദീന സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലദീ എന്ന് പറഞ്ഞാൽ ആരോ അവൻ, അല്ലെ? അല്ലദീന അതിന്റെ ബഹുവചനമാണ്, ആരോ അവർ എന്നാണ്. അല്ലദീ ആരോ അവൻ എന്നാണ്. നേരത്തെ പറയപ്പെട്ട ആ പിശാച് ഇബ്ലീസ്, ആരോ അവൻ. എന്താ അവന്റെ പ്രത്യേകത? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, വസ്വാസുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ്. വസ്വസ അതിന്റെ ഭൂതകാല ക്രിയാരൂപമാണ്, മാദിയാണ് വസ്വസം. വസ്വാസിന്റെ മാദിയാണ് വസ്വസം. ഇപ്പൊ ദുർബോധനം ചെയ്തു, ദുർബോധനം ചെയ്തു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇതിന്റെ മുതാരിയാണ് അഥവാ ഭാവി കാല രൂപമാണ് യുവസ്വിസു. ആ വാക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്.
യുവസ്വിസു ദുർബോധനം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. വസ് വസ ദുർബോധനം ചെയ്തു മാതിയാണ്. യുവസ്വിസു ദുർബോധനം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുകയാണ് വേണ്ടത്. വസ് വസ യുവസ്വിസു, വസ് വസ യുവസ്വിസു ദുർബോധനം ചെയ്തു എന്ന് പഠിച്ചാൽ മതി. അപ്പോ ഏത് ക്രിയയും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ മുതാരി അഥവാ അതിന്റെ ഭാവി അല്ലെങ്കിൽ വർത്തമാനകാല രൂപം കൂടെ പഠിക്കും. അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ച് പറഞ്ഞ് ശീലിക്കുന്നതാണ് നല്ലത്. വസ്വസ യുവസ്വിസു ദുർബോധനം ചെയ്തു. അപ്പൊ യുവസ്വിസുയുടെ അർത്ഥം ഭാവി അല്ലെങ്കിൽ വർത്തമാനമാണ്. അപ്പൊ ദുർബോധനം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും എന്നായിരിക്കും. അത് മനസ്സിൽ കരുതിയാൽ മതി. ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അല്ലതി യുവസ്വിസു എന്ന് പറയുമ്പോഴോ ദുർബോധനം ചെയ്യുന്നവനായ, അല്ലതി ആരോ അവൻ, യുവസ്വിസു ദുർബോധനം ചെയ്യുന്നു. അപ്പൊ അല്ലതി യുവസ്വിസു ദുർബോധനം ചെയ്യുന്നവനായ എന്നാണ് അർത്ഥം വരും. അല്ലതി യുവസ്വിസു ദുർബോധനം ചെയ്യുന്നവനായ. എവിടെയാണ് ഇബ്ലീസ് ദുർബോധനം ചെയ്യാം? ഫീ എന്നാണ് വാക്ക്. ഫായുടെ കൂടെ യ. ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇത് ഫിന്റെ കൂടെ യ ഇങ്ങനെ ചേർത്ത് എഴുതിയാലും ഫി തന്നെയാണ്. അപ്പൊ അതേ അക്ഷരങ്ങൾ തന്നെ വേറൊരു ശൈലിയിൽ എഴുതിയാണിത്. ഇത്രയും ഭാഗം ഫ ആണ്, ഇത്രയും ഭാഗം ഫ, പിന്നെ ബാക്കി ഭാഗം യ. ഇങ്ങനെ നമുക്ക് എഴുതാം ഫി. അർത്ഥം ഇൽ എന്നാണ്. ഇൽ എന്ന് മാത്രമല്ല, ഇൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഇൽ ഉണ്ട്, ഇൽ ഉണ്ട്, എവിടെയോ ഉണ്ട് എന്നതിനാണ് പൊതുവെ ഈ ഫി ഉപയോഗിക്കും. ഫി ഉണ്ട്. അപ്പോ അതിന്റെ കൂടെ മാ ചേർത്താൽ മാ നിഷേധിക്കാണ്. മാ ഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ ഫിൽ ജൈബ് പോക്കറ്റിൽ ഉണ്ട്, ഖലമുൻ പേന. ഫിൽ ജൈബ് പോക്കറ്റിൽ ഉണ്ട്, ഖലം പേനയുണ്ട് എന്ന് പറയാം. അതുപോലെ ഫീ ഇൽ എന്നാണ്. അപ്പൊ അല്ലദീ യുവസ്വിസു ദുർബോധനം ചെയ്യുന്നവനായ, ഫീ ഇൽ എവിടെയാണ് ദുർബോധനം ചെയ്യാം? അടുത്ത വാക്ക് ഫീ സുദൂരിന്നാസ്. സദർ സദർ സ്വാദ് ദാൽ റ. സദർ എന്താ സദറിന്റെ അർത്ഥം? പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. സദർ മുഅല്ലിം, മദ്രസയിലെ പ്രധാന അധ്യാപകനെ സദർ മുഅല്ലിം എന്ന് വിളിക്കാറില്ലേ? അദ്ദേഹം മദ്രസയുടെ ഹെഡ് മാസ്റ്റർ ആണ്, അഥവാ ആ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് എന്ന് പറയാം. അപ്പൊ സദർ എന്ന വാക്കിന് ഹൃദയം എന്നാണ് ഇവിടെ അർത്ഥം. ഹൃദയം, നെഞ്ചകം എന്ന അർത്ഥത്തിലൊക്കെ പറയാം ഹൃദയം. സദർ എന്ന വാക്കിന്റെ ബഹുവചനത്തിന് അറബിയില് ജംഅ് എന്നാണല്ലോ പറയാം. അപ്പൊ അതിനവള് ഷോർട്ടായിട്ട് ജീം എന്ന അക്ഷരം എഴുതാണ് ചെയ്യാം, ജംഅ് ബഹുവചനം. സദറിന്റെ ബഹുവചനാണ് സുദൂർ. സദർ ജംഅ് സുദൂർ, സദർ ജംഅ് സുദൂർ അങ്ങനെയാണ് പറയാം. അപ്പൊ ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൾ എന്ന അർത്ഥത്തിലാണ് സദർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലദീ യുവസ്വിസു ദുർബോധനം ചെയ്യുന്നവനായ, ഫീ സുദൂർ ഹൃദയങ്ങളിൽ, ആരുടെ? സുദൂരിന്നാസ് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനായ എന്നാണ് അർത്ഥം. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനായ. നമുക്ക് ആയത്ത് മുഴുവനായിട്ട് എഴുതി നോക്കാം.
അഞ്ചാമത്തെ സൂക്തമാണ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനായ, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനായ. ഇത്രയാണ് ഈ ആയത്തിന്റെ അർത്ഥം. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനായ, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനായ. അപ്പൊ ഇബ്ലീസിന്റെ പ്രവർത്തന കേന്ദ്രം മുഖ്യമായിട്ട് ഇബ്ലീസ് ടാർഗറ്റ് ചെയ്യുന്നത് മനുഷ്യ മനസ്സുകളാണ് എന്നാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇബ്ലീസ് മനസ്സിന് കയറി പിടിക്കുന്നത്? എന്തായിരിക്കും കാരണം? അതിന്റെ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഹൃദയം ആണല്ലോ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ടാണ് സ്വദർ എന്ന വാക്ക് തന്നെ അതിന് വന്നിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യന്റെ മനസ്സാണ്. ഒരിക്കലും അവന്റെ ശരീരമോ അല്ലെങ്കിൽ മാംസമോ രക്തമോ അല്ലെങ്കിൽ അവന്റെ സൗന്ദര്യമോ ഒന്നുമല്ല ഒരു മനുഷ്യന്റെ മുഖ്യ ഘടകം, മറിച്ച് അയാളുടെ മനസ്സാണ്. അപ്പൊ ഇബ്ലീസ് സ്വാഭാവികമായും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ഉദ്ദേശിക്കുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മനുഷ്യനെ വളച്ചെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ മനസ്സിനെയാണ് കയറി പിടിക്കുന്നത്. നമുക്കറിയാം, ഒരാളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നാം സ്നേഹിക്കുകയാണെങ്കിലും ഇനി വെറുക്കുകയാണെങ്കിലും ഏത് തരത്തിലും ഒരാളുമായിട്ട് ഏതോ തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ അതൊക്കെ മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രത്യേകിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തില് അധിനിവേശങ്ങളുടെ കാലമാണല്ലോ ഇത്. അങ്ങനെയാണല്ലോ പറയാം, അധിനിവേശം നടക്കുന്നു. ഇന്ന് അധിനിവേശങ്ങൾ കൂടുതലും ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങളല്ല. പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്നത് മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ചാനലുകൾ അല്ലെ, ഇപ്പൊ പാശ്ചാത്യ സംസ്കാരം നമ്മൾ പറയില്ലേ, ആ സംസ്കാരം ഇന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാ? ചാനലുകളിലൂടെയാണ്. നാം എങ്ങനെ അതിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് നമ്മുടെ മനസ്സിനകത്ത് വളരെ ശക്തിയായിട്ട് സ്വാധീനം ചെലുത്തുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. വീടിന് ഭദ്രമായ ഗേറ്റ് ഉണ്ട്, ഒരുപക്ഷെ അവിടെ പട്ടിയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അകത്ത് വളരെ ഭദ്രമായ പൂട്ടുകളുള്ള ഡോറുണ്ട്, ബെഡ്റൂമിനുണ്ട് അതുപോലെ തന്നെ പൂട്ട്. എല്ലാം ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് ചാനലുകൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനിസ്ലാമികമായ സംസ്കാരവും ജീവിതശൈലിയും ചിന്തകളൊക്കെ നമ്മുടെ അകത്തേക്ക് വരുന്നില്ലേ? അവിടെയാണ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. പ്രത്യേകിച്ച് ഇന്ന് പാശ്ചാത്യ ലോകം അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ മലീമസമാക്കാൻ ആഗ്രഹിക്കുന്നവര്, നമ്മുടെ മനസ്സിലെ നല്ല ചിന്തകളെ കളഞ്ഞ് ദുഷ്ടചിന്തകൾ കയറ്റിവിടാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മനസ്സുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത് ഇബ്ലീസിന്റെ ശൈലിയും അത് തന്നെയാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം സൃഷ്ടിക്കുന്നവനായ, ദുർബോധനം ചെയ്യുന്നവനായ എന്ന് ഇബ്ലീസിനെ കുറിച്ച് പ്രത്യേകമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മനസ്സിനെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹുമ്മ തുഹ്ഹിർ ഖൽബി മിനൻ നിഫാഖ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രാർത്ഥനകളില്ലേ. എൻ്റെ മനസ്സിനെ കാപട്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. അപ്പൊ ഈ പ്രാർത്ഥനകളെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് സബ്ബിത് ഖൽബി ഫീ തഅതിക്. പഠിച്ചവനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിനക്കുള്ള അനുസരണത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ നാം പ്രത്യേകമായിട്ട് പഠിക്കുന്നത് മനസ്സ് വഴിമാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇബ്ലീസിന്റെ മുഖ്യ പ്രവർത്തന കേന്ദ്രം മനുഷ്യ മനസ്സാണ്. അപ്പൊ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഏത് വിധേനയും ആരെയും നമുക്ക് വശത്താക്കാൻ പറ്റും എന്ന പാഠം കൂടി ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ഇനി അവസാനത്തെ സൂക്തം, ആറാമത്തെ സൂക്തം മിനൽ ജിന്നത്തി വന്നാസ് എന്നാണ്. ഇവിടെ വീണ്ടും മിൻ വന്നു, ഇൽ നിന്ന്. അൽ ജിന്ന,
ജിന്ന് വർഗം, ജിന്ന് എന്നൊരു സൃഷ്ടി ഉണ്ടല്ലോ, ജിന്ന് വർഗം. എന്നാണ് ജിന്നത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിന്ന് എന്ന വർഗമാണ് ജിന്നത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരാണ് ജിന്ന്? മനുഷ്യനെ പോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല സൃഷ്ടിച്ച ഒരു പ്രത്യേക തരം സൃഷ്ടിയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് മനുഷ്യ വർഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെയാണ് അള്ളാഹു ജിന്നിനെ സൃഷ്ടിച്ചതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. പക്ഷെ അവ പ്രകൃതിപരമായിട്ട് അവർക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യരിൽ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെതുപോലെ ശാരീരികമായ അസ്തിത്വം ജിന്നുകൾക്കില്ല. ജിന്നുകളെ അള്ളാഹു തആല തീയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അതാണ് അടിസ്ഥാനപരമായ പദാർത്ഥപരമായിട്ടുള്ള ഒരു വ്യത്യാസം. മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയും, ജിന്നിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു വ്യത്യാസമാണ്. അതുപോലെ ഇബ്ലീസ് അഥവാ പിശാജ് അടിസ്ഥാനപരമായി ജിന്നിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഔദ് പഠിച്ചപ്പോൾ ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അഥവാ ഇബ്ലീസ് എന്ന് പറയുന്ന ജിന്ന് വർഗത്തിൽപ്പെട്ട അള്ളാഹുവെ ധിക്കരിച്ച ജിന്നാണ് ആദം അലൈഹിസ്സലാമിനെ ഹവ്വാ ബീവിയെയും ആദ്യമായിട്ട് പിഴപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു വരം എന്ന പോലെ ഇബ്ലീസ് ഒരു കാര്യം ചോദിച്ചു വാങ്ങുണ്ടായി. നിന്റെ സൃഷ്ടികളെ, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും എന്ന് ഒരു വാക്ക് പ്രത്യേകമായിട്ട് ഇബ്ലീസ് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് അന്ത്യനാൾ വരെ ഇബ്ലീസിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇബ്ലീസ് നിരന്തരം മനുഷ്യനെ പല വിധത്തിലും തെറ്റിലേക്ക് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളിൽ നിന്ന് അള്ളാഹുവോട് ആ പ്രത്യേകമായിട്ട് രക്ഷ തേടാൻ മീനൽ ജിന്ന. ഇപ്പൊ ജിന്ന് വർഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് മീനൽ ജിന്ന. വന്നാസ്, മനുഷ്യരിലും പെട്ട. വാവിന്റെ അർത്ഥം എന്തായിരുന്നു? ആൻഡ് ചേർത്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നേരത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ ഇവിടെ വന്നത് വാവ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുപോലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് ചേർത്ത് പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വന്നാസ്, ഇത് 6ാമത്തെ സൂക്താണ്. മിനൽ ജിന്നത്തി വന്നാസി, മിനൽ ജിന്നത്തി വന്നാസ്. ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട, ജിന്നവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കൾ. ഇപ്പൊ മനുഷ്യരിൽ പിശാചുണ്ടാവും. ഞാൻ പിശാചാണോ അല്ലെങ്കിൽ നിങ്ങൾ പിശാചാണോ എന്ന് ചോദിച്ചാൽ നാം ആരും അംഗീകരിക്കില്ല. പക്ഷെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കും, അയാളൊരു പിശാചാണ്, ഇപ്പോ പിശാച് എന്റെ മുമ്പിൽ നിന്ന് എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. പക്ഷെ എന്നിൽ പിശാചുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആരും സമ്മതിക്കില്ല. അപ്പൊ ഇവിടെയാണ് മനുഷ്യരിലും പിശാചുണ്ട് എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. അഥവാ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച് നമ്മെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മിലും പൈശാചികത രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിലെ പിശാച് എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വിശദീകരണം തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാ മനുഷ്യരും മനുഷ്യരിലെ പിശാചുക്കളായിരിക്കും. ഒരാളെ തെറ്റിലേക്ക് നയിക്കുക, ബോധപൂർവം അള്ളാഹുവിൽ നിന്ന് അകറ്റി നന്മകളിൽ നിന്ന് അകറ്റിയിട്ട് തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കൂട്ടുകാരൻ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അൽ മർഉ മഅ ദീനി ഖലീലി, അൽ മർഉ അലാ ദീനി ഖലീലി. ഓരോ മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൽ യൻദുർ മൻ യുഖാലിൽ, ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്നതിനെ കുറിച്ച് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം. ചിലര് തനി പിശാചായിരിക്കും, അവരിലെ എല്ലാ ദുസ്വഭാവങ്ങളും നമ്മിലേക്ക് കടന്നു വരും. അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്.
അതേപോലെ തന്നെ തെറ്റിലേക്ക് നയിക്കുന്ന നേതാക്കന്മാർ, പലതരം നേതാക്കളുണ്ടല്ലോ. അപ്പൊ ചിലർ നമ്മെ തെറ്റിലേക്ക് നയിക്കും, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മെ ദുരുപയോഗപ്പെടുത്തും. അവര് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി നമ്മെ കൊണ്ട് സിന്ദാബാദ് വിളിപ്പിക്കും. അപ്പൊ അങ്ങനെ തെറ്റിലേക്ക് നയിക്കുന്ന നേതാക്കന്മാർ, അതേപോലെ കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, അതുപോലെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെയും ഈ ഗണത്തിലാണ് പെടുന്നത്. മനുഷ്യനിർമ്മിതമായ പ്രസ്ഥാനങ്ങളും ആശയങ്ങളും ഒക്കെ പൈശാചികതയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അടിസ്ഥാനപരമായി അള്ളാഹുവിൽ നിന്നുള്ളതല്ലെങ്കിൽ അതിന് ഏതോ അർത്ഥത്തില് തിന്മയുടെ പ്രചോദനങ്ങൾ ഉണ്ടായിരിക്കും. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കൾ, അല്ലെ? ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കൾ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ മൊത്തത്തിൽ ഈ സൂറയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട മിനൽ ജിന്നത്തി വന്നാസ്, അതിന് മുകളിലുള്ള ആയത്ത് എന്തായിരുന്നു? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവരായ, മനുഷ്യ ഹൃദയങ്ങളെ ദുർബോധനം ചെയ്യുന്നവരായ. പിന്നെ മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, പിന്മാറിക്കളയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് മനുഷ്യരുടെ റബ്ബായ, മനുഷ്യരുടെ മലിക്കായ, മനുഷ്യരുടെ ഇലാഹായ അള്ളാഹുവോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക, നീ പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് ഈ സൂറയുടെ ആശയം പൂർണ്ണമാകുന്നത്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സൂറയാണ്. പിശാച് ആരാണെന്ന് തിരിച്ചറിയലും പൈശാചികതകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ബോധപൂർവം ശ്രമിക്കലും ഈ സൂറ നമുക്ക് നൽകുന്ന വലിയ പാഠമാണ്. നേരത്തെ അഊദ് പഠിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അഊദ് ഓതണം എന്നതിന്റെ തെളിവ് സൂറത്തുൽ നഹ്ൽ 98-ാമത്തെ സൂക്തമാണ് നമ്മളൊന്ന് ഉദ്ധരിച്ചത്. ഫൈദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുക. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോഴാണത്. ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഓതി തുടങ്ങുമ്പോൾ. ഇതേ ഖുർആൻ അവസാനിക്കുന്നിടത്ത് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല പിശാചിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അതിന്റെ അർത്ഥം എന്താ? പിശാചിനെ പിടികൊടുക്കാതെ ശക്തമായ മതിൽക്കെട്ടുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം തുടങ്ങിയിട്ട് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നത്തി വന്നാസ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഭദ്രമായിട്ട് പിശാചിന്റെ വലയത്തിൽ ഒരിക്കലും പെട്ടുപോവില്ല എന്ന നിലക്ക് ഭദ്രമായിട്ട് സംരക്ഷിക്കുക എന്നതാണ് ഈ രണ്ട് പ്രാർത്ഥനകളുടെ ഉദ്ദേശം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങിയിട്ട് ഖുർആൻ ആരംഭിക്കുന്നു. അതേപോലെ അവസാനത്തിൽ വീണ്ടും പിശാചിൽ നിന്ന് രക്ഷ തേടാൻ. എന്തുകൊണ്ടാണ് ഇത്ര ശക്തിയായിട്ട് രക്ഷ തേടുന്നത്? കാരണം വിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ അതിന്റെ അർത്ഥം പഠിക്കല്, ആശയം പഠിക്കൽ, അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആനിക ആശയങ്ങളെ കൊണ്ടുവന്ന് പ്രയോഗവൽക്കരിക്കൽ, ഇതൊന്നും ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് നിരന്തരം ഒരുപക്ഷെ നമ്മൾ പഠിച്ചെന്നിരിക്കും, കാണാതെ പഠിച്ചെന്നിരിക്കും, അർത്ഥം പഠിച്ചെന്നിരിക്കും, പക്ഷെ പ്രായോഗിക രംഗത്തേക്ക് വരുമ്പോൾ വീണ്ടും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ജീവിതത്തിലേക്ക് കൊണ്ടുവരും, പിന്നെയും തടസ്സം വരും. ഇതൊന്നും ഇബ്ലീസിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ നിരന്തരം അള്ളാഹുവോട് ഇബ്ലീസിൽ നിന്ന്, പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പഠനക്രമത്തില് 2-ാമത്തെ അധ്യായമായി സൂറത്തുൻ നാസ് കടന്നു വരുമ്പോൾ അതുകൂടി ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പഠന രംഗത്ത് പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് ബോധപൂർവം വിട്ടുനിൽക്കുവാൻ വളരെ ജാഗ്രതായ ഒരു മനസ്സ് നമ്മിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കാം. സൂറത്തുൻ നാസ് വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അഥവാ അവസാനത്തെ അധ്യായമാണ്. അതിലെ ആശയങ്ങളാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായത്തിന്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പടച്ചവനെ എല്ലാ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും
പരിപൂർണമായും മുക്തി നേടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. നിന്റെ മാത്രം കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറത്തുൽ നാസിന്റെ ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അതുപോലെ സൂറ എഴുതി പഠിക്കുകയും പാരായണം ചെയ്ത് അതിൻ്റെ ക്രമം അനുസരിച്ച് നിയമം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാരായണം ചെയ്ത് ശീലിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകിച്ച് നാം ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.